ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബികോം കഴിഞ്ഞ് എന്തൊക്കെ പ്രോഗ്രാമുകൾ ഓസ്ട്രേലിയയിലോ വിദേശ രാജ്യങ്ങളിലോ ഒക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്കറിയാം നാട്ടിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ബികോം. അപ്പോൾ ബികോം കഴിഞ്ഞിട്ട് റിയലി പാഷനേറ്റായിട്ട് ബികോം പഠിച്ച ആൾക്കാരുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാൻ ആഗ്രഹിച്ച് ബികോം സെലക്ട് ചെയ്തവരുണ്ട്, CA പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് ചിലപ്പോൾ ശരിയാവാതെ ഇനി എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെ പല 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 ബാക്ക്ഗ്രൗണ്ടുകളിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാർക്കെല്ലാം ഒരു നല്ല ആൻസറാണ് ഇന്നത്തെ വീഡിയോ. 10 ഡിഫറെൻറ്റ് ഒക്യുപ്പേഷൻസിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബികോം കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ സക്സസ്ഫുള്ളായി കരിയർ ലീഡ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഇൻപുട്സ് വെച്ചിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്ന. ഈ 10 വെറൈറ്റി ഓപ്ഷൻസും ഒന്ന് കേൾക്കുക. കാരണം നിങ്ങളിതെല്ലാം കേട്ടതിന് ശേഷമാണ് ഓസ്ട്രേലിയയിൽ വന്ന് കോഴ്സ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് വെച്ച് ഡൗട്ട്ഫുള്ളായിട്ട് നിന്ന് പോകാതിരിക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത് വളരെ പ്രയോജനപ്രദമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻസിലേക്ക് പോകാം. ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ മാസ്റ്റർ ഓഫ് അക്കൗണ്ടിങ്. ഈ പ്രോഗ്രാമാണ് ഏറ്റവും കൂടുതൽ പേര് ആദ്യമായി ചിന്തിക്കുന്നത്. നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ കോഴ്സ് എടുക്കേണ്ടത് റിയലി പാഷനേറ്റായിട്ട് അക്കൗണ്ടിങ് താല്പര്യമുള്ളവരെടുക്കുക. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ്ങിൽ ഇഷ്ടം പോലെ ആൾക്കാർ ഓൾറെഡി ഉണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് താനും. എന്നാൽ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഡൊമസ്റ്റിക് സ്റ്റുഡൻസും പഠിക്കുന്നുണ്ട്. അതുപോലെ ചൈനയിൽ നിന്നൊക്കെ ഒത്തിരി പേര് അക്കൗണ്ടിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഇവിടെ അവൈലബിൾ ആണ്. ദേ ആർ ഗുഡ് വിത്ത് നമ്പേഴ്സ്. അതിൻ്റെ കൂടെ നമ്മളുടെ ബികോം ഗ്രാജുവേറ്റ്സ് ഏറ്റവും പോപ്പുലറായിട്ട് കാലകാലങ്ങളായി ചൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാം അക്കൗണ്ടിങ് ആയിരുന്നു. ഒരു സമയത്ത് സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സിൽ PR പോകുന്നത് അക്കൗണ്ടിങ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഏറ്റവും ടഫ് കോമ്പറ്റീഷൻ കൂടുതലുള്ള മേഖല. 95-100 പോയിന്റ്സിലൊക്കെ മാത്രം PR കിട്ടുന്ന ഒരു വിശേഷം ഈ ഒരു അക്കൗണ്ടിങ് ഫീൽഡിനുണ്ട് എന്നുള്ളതുകൊണ്ട് കൂടുതൽ പേരെ അക്കൗണ്ടിങ് വിട്ട് പിന്നീട് വരുന്നവർ ബിസിനസ് അനലിറ്റിക്സിലേക്കൊക്കെ പോകുമായിരുന്നു. ഈവൻ വിസ റിജക്ഷൻസ് വരെ മാസ്റ്റർ ഓഫ് അക്കൗണ്ടിങ് പ്രോഗ്രാമിന് ഹൈ ആയിരുന്നു അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ. ഇതൊക്കെ കാരണം അക്കൗണ്ടിങ്ങിലേക്ക് അധികം ആപ്ലിക്കേഷൻസ് പോയിരുന്നില്ല. ആൻഡ് കഴിഞ്ഞ വർഷം ബിക്കോസ് ഓഫ് ദ പ്രീവിയസ് വിസ റിജക്ഷൻസ് ആൻഡ് ഓൾ അക്കൗണ്ടിങ്ങിലേക്ക് വരുന്ന കോഴ്സിൻ്റെ എൻക്വയറീസും കുറഞ്ഞിരുന്നു. ആൻഡ് വളരെ കുറവായിരുന്നു മാസ്റ്റർ ഓഫ് അക്കൗണ്ടിങ് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം വെൻ കമ്പയർഡ് ടു IT പ്രോഗ്രാംസ്. അപ്പോൾ ഈ വർഷം ഒന്ന് മാറി ചിന്തിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. IT തന്നെ എല്ലാവരും പഠിക്കാൻ പോകാതെ വ്യത്യസ്തമായ 10 ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന ഒരു 40% പേരും എൻക്വയറീസ് BBA BCom ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ 10 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ മാത്രമേ നമ്മളായിട്ടുള്ളൂ. ഇനി 9 ഓപ്ഷൻസും കൂടെ ഉണ്ട്. അപ്പോൾ മൊത്തം കാണുക, നിങ്ങളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഓപ്ഷൻസിലേക്ക് പോകാം. മാസ്റ്റർ ഓഫ് IT ഇൻഫർമേഷൻ ടെക്നോളജി. ഇതിനകത്ത് തന്നെ പല സ്പെഷ്യലൈസേഷൻസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. സൈബർ സെക്യൂരിറ്റി, ബിസിനസ് അനലിറ്റിക്സ്, ഡേറ്റ അനലിറ്റിക്സ്, ഇങ്ങനെ തുടങ്ങി പല 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 മേഖലകൾ, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ BCom ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാൾ ഈ IT മാറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മാറാൻ പറ്റും. IT എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് ഏത് മേഖലയിൽ നിന്നുള്ളവർക്കും IT വരാം. കാരണം എന്താണ്, IT സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനോ പ്രോസസ്സുകൾ ഡെവലപ്പ് ചെയ്യാനോ ഒക്കെ പല സ്കിൽ നോളജ് ഉള്ള ആൾക്കാർ IT വരുന്ന എപ്പോഴും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. അതിന് അത് ആവശ്യവുമാണ്. IT നോളജിനോടൊപ്പം ബിസിനസ് നോളജും കൂടെ ചേരുമ്പോഴാണ് ആളുടെ ഒരു എന്താ പറയുക സ്കില്ല് ശരിക്കും യൂസ്ഫുൾ ആയിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ വേരിയസ് ഡൊമൈനിൽ നിന്ന് ജമ്പ് ചെയ്യാൻ പറ്റുന്നൊരു കോഴ്സാണ് IT. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പേര് ചൂസ് ചെയ്യുന്ന IT ആണ്. ആൻഡ് അങ്ങനെ ഒരു കോമ്പറ്റീഷനും വരാറുണ്ട്. അപ്പോൾ IT ശരിക്കും താല്പര്യമില്ലാതെ IT വന്ന് പഠിക്കുന്നവർക്ക് ഇതൊരു സ്ട്രഗ്ലിംഗ് ഓപ്ഷനാണ്. പക്ഷേ എല്ലാ യൂണിവേഴ്സിറ്റിക്കും IT പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുള്ളതുകൊണ്ട് അവിടെ ഇഷ്ടംപോലെ സീറ്റ്സ് ഉണ്ട് പഠിക്കാൻ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ IT വരുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളൊന്ന് കോഴ്സ് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറയുന്നത്, കോമ്പറ്റീഷൻ ഒന്ന് കുറയ്ക്കാനും വേണ്ടി. അല്ലാത്ത പക്ഷം IT പഠിക്കേണ്ടവർ IT റിയലി പാഷനേറ്റ് ആയിട്ട് പ്രോബ്ലം സോൾവറായിട്ട് തിങ്ക് ചെയ്യുന്ന ലോജിക്കൽ ബ്രെയിൻ ഉള്ള ആൾ BCom പഠിച്ച ആളാണെങ്കിൽ അപ്ലൈ ടു IT പ്രോഗ്രാംസ്. ഡോണ്ട് ഹാവ് ടു വറി, ശോഭനമായ ഒരു ഫ്യൂച്ചർ ഉണ്ടാവും. പക്ഷേ IT ആവറേജ് സ്കിൽസ് മാത്രമേ ഉള്ളൂ ആൻഡ് സർവൈവ് ചെയ്യാൻ പാടാണ് എന്ന് തോന്നുന്നവർ IT വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മൂന്നാമത്തെ ഓപ്ഷൻ മാസ്റ്റർ ഓഫ് ബിസിനസ് അനലിറ്റിക്സ്. ബിസിനസ് അനലിറ്റിക്സ് IT ഒരു വകഭേദമാണ്. എന്നാലും ബിസിനസ് അനലിറ്റിക്സ് കുറച്ചും കൂടി BComകാർക്ക് മനസ്സിലാക്കാൻ ബിസിനസ്സിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു അനലിറ്റിക്സ് IT വിങ് ആയതുകൊണ്ടാണ് ബിസിനസ് അനലിറ്റിക്സിൻ്റെ കാര്യം എടുത്ത് പറയുന്നത്. ഇനി
ഈ ബിസിനസ് അനലറ്റിക്സ് എടുക്കുമ്പോൾ കഴിയുമെങ്കിൽ ഫിനാൻസ് ആൻഡ് ഡേറ്റ അനലറ്റിക്സ് ഇങ്ങനത്തെ പ്രോഗ്രാം കമ്പൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിൻടെക്കിലേക്ക് ഒരു കരിയറുണ്ട്. ഫിൻടെക് എന്ന് പറഞ്ഞാൽ ബാങ്കുകളുടെ IT സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ബൈ നോ പേ ലേറ്റർ, ഇങ്ങനത്തെ ഇൻസ്റ്റാൾമെൻറ്റ്സിൽ പേ, അങ്ങനത്തെ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്, സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയയിലെ ബാങ്കിങ് സിസ്റ്റം തന്നെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര സുപ്പീരിയറാണ് വെൻ കമ്പയർ ടു ഇന്ത്യ. ഇപ്പോൾ നമ്മുടെ SBI ഒക്കെ പോലെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 10 ടൈംസ് ഫാസ്റ്റാണ് ഇവിടുത്തെ ആപ്പുകൾ. അപ്പോൾ അങ്ങനെ ഒരു ഫിനാൻസ് ടെക്, ഇൻവെസ്റ്റ്മെൻറ്റ് ടെക്, ഈ ഒരു മേഖലകളിലൊക്കെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്കറിയാം മെയ്റ്റ്സ് വിസയിൽ ഒക്കെ ആണെങ്കിലും ഓപ്പർച്യൂണിറ്റി ഈ ഒരു മേഖലകളിൽ, ഫിൻടെക് മേഖലകളിലും റിന്യൂവബിൾ എനർജി, ഈ മേഖലകളിലൊക്കെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇങ്ങനത്തെ ഗ്രാജുവേറ്റ്സിന് അവർ വേറെ വിസ കൊടുക്കാൻ റെഡിയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അത്രയും ഷോർട്ടേജ് ആ മേഖലകളിലുണ്ട്, നല്ല ടാലൻസ് ആ ഫീൽഡിൽ വന്നാൽ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഫിൻടെക് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നന്നായിരിക്കും. ഒപ്പം തന്നെ അതിനോടൊരു പാഷൻ കാണണം. സാധ്യത മാത്രം നോക്കി എടുക്കരുത് ഇങ്ങനത്തെ പ്രോഗ്രാംസ്. നിങ്ങൾക്ക് അതിനോട് ടാലൻ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ അസസ് ചെയ്ത് നോക്കുക. എങ്ങനെ നിങ്ങൾക്ക് അസസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, വായിക്കുക. യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം സ്ട്രക്ചർ വായിക്കുമ്പോൾ, കരിക്കുലം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സബ്ജക്ട്സ് മനസ്സിലാവുന്നുണ്ട്, അതിനോടൊരു പാഷൻ തോന്നുന്നുണ്ട്. ഇനി പാഷൻ തോന്നുന്നുണ്ടോയെന്ന് അറിയണമെങ്കിൽ ഇതിനെപ്പറ്റി എഴുതിയിരിക്കുന്ന ആർട്ടിക്കിൾസ് വായിക്കുക. അത് വായിക്കുമ്പോൾ നിങ്ങളുടെ തലയിൽ ഒരു ബൾബ് കത്തുന്നുണ്ടെങ്കിൽ ദെൻ യു നീഡ് ടു സ്റ്റഡി ദാറ്റ് എന്നുള്ളതാണ്. അല്ല, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്താൽ തീർച്ചയായും നല്ലൊരു ഭാവി നിങ്ങൾക്കുണ്ട്. അടുത്തത് ആക്ച്വറി പഠിക്കാൻ പാടാണ്, ഈസിയാണെന്ന് കരുതരുത്. ആക്ച്വറി സയൻസ് എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടാണ്. എന്താണ് ഈ ആക്ച്വറി? നിങ്ങളൊന്ന് ബാക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇൻഷുറൻസ് മേഖലകളിൽ റിസ്ക് പ്രഡിക്റ്റ് ചെയ്യാനും കാൽക്കുലേഷൻസും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ആക്ച്വറിയൽ സയൻസ് എന്നൊക്കെ പറഞ്ഞത്. അപ്പം അത് സ്റ്റാറ്റിസ്റ്റിക്സും മാത്സും ഒക്കെ സ്ട്രോങ് ആയിട്ടുള്ളവർ പഠിക്കേണ്ട ഒരു മേഖലയാണ് ആക്ച്വറി. പഠിക്കാൻ ടഫാണ്, പക്ഷേ സാലറി വളരെ ഹൈ ആണ്. ഇപ്പോൾ ആക്ച്വറിയുടെ കൂടെ IT സ്കിൽസും കൂടെ കമ്പൈൻഡായിട്ട് വരുന്ന ആൾക്കാർക്ക് ഭയങ്കരം ഫ്യൂച്ചർ ഉള്ളതാണ്, നല്ല പേയ്മെൻറ്റ് കിട്ടുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ നോളജൊക്കെ വളരെ വാല്യൂ ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനത്തെ സ്കിൽ സെറ്റ്സും ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ആക്ച്വറി ഒരു നല്ല മേഖലയാണ് പഠിക്കാൻ. നല്ല പെർസെൻറ്റേജ് ഓഫ് മാർക്സും മാത്തമാറ്റിക്സിൽ സ്ട്രോങ് ഗ്രിപ്പൊക്കെ ഉള്ളവർ മാത്രം ആക്ച്വറി പഠിക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അത് ഒന്ന് മനസ്സിൽ വെക്കുക. അടുത്തത് 3 ഓപ്ഷൻസ്. നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഓപ്ഷൻ അല്ല, പക്ഷെ കിട്ടാം. എങ്ങനെ കിട്ടാമെന്ന് പറയുന്നത് ഓൺഷോർ സ്റ്റുഡൻസിന് വേണ്ടി, ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ITയിലോ അക്കൗണ്ടിങ്ങിലോ ഒക്കെ വന്നിട്ട് പഠിക്കുന്നവർക്ക് വേണമെങ്കിലും സ്വിച്ച് ചെയ്ത് ഈ മേഖലകളിലേക്ക് പോകാറുണ്ട്. ഇത് പോകുന്നത് PR ഫ്രണ്ട്ലി ആയതുകൊണ്ട് മാത്രം ഓസ്ട്രേലിയയിൽ സംഭവിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ആ 3 പ്രോഗ്രാമുകളാണ് അടുത്ത് പറയാൻ പോകുന്നത്. പൊസിഷൻ 5, 6, 7. 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് നഴ്സിംഗ് ആണ്. നഴ്സിങ്ങിലേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം നല്ലപോലെയുണ്ട്. മാസ്റ്റർ ഓഫ് നഴ്സിംഗ്. അപ്പോൾ മാസ്റ്റർ ഓഫ് നഴ്സിംഗ് നാട്ടിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ എലിജിബിലിറ്റി ആയിട്ട് ഓൺലൈനായിട്ട് മൊണാഷ് പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന ബേസിക് അനാറ്റമി ഒക്കെ കവർ ചെയ്യുന്ന ഒരു കുറച്ച് ഓൺലൈൻ സബ്ജക്ട്സ് ഉണ്ട്. അതൊരു 2 മാസത്തെ കോഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആ കോഴ്സുകൾ ചെയ്യേണ്ടവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അത് ചെയ്താലും നമുക്ക് 100% നഴ്സിംഗിലേക്ക് നാട്ടിൽ നിന്ന് ഓഫ് ഷോർ ഡയറക്റ്റ് മാസ്റ്റർ ഓഫ് നഴ്സിംഗിലേക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ദാറ്റ് ഈസ് എക്സ്ട്രീംലി കോമ്പറ്റീറ്റീവ്. ബട്ട് സ്റ്റിൽ അങ്ങനെയൊക്കെ ചെയ്തവർക്ക് ഓപ്ഷനാണ്. സാധാരണ മാസ്റ്റർ ഓഫ് നഴ്സിംഗിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത് നാട്ടിൽ ആയുർവേദം, ഡെൻറ്റിസ്ട്രി, BDSO അല്ലെങ്കിൽ ഹോമിയോപ്പതി ഇങ്ങനെയൊക്കെ പഠിച്ചവരും ഒക്കെയാണ് സാധാരണ അപ്ലൈ ചെയ്യാറ് മാസ്റ്റർ ഓഫ് നഴ്സിംഗിലേക്ക്. പക്ഷേ ഇങ്ങനെയുള്ളവർക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഓൺഷോർ നിങ്ങൾ വേറൊരു കോഴ്സ് വന്നിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് 7 ബാൻഡ് IELTS അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻറ്റ് PT സ്കോർ വെച്ച് 66 ഓവറോൾ അത് മേടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നഴ്സിംഗിലേക്ക് മാറാൻ പറ്റും. അങ്ങനെ അഡ്മിഷൻസ് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ റിക്വയർമെൻറ്റ് അനുസരിച്ച്. അപ്പോൾ നഴ്സിംഗ് ആണ് നമ്പർ 5. നമ്പർ 6 പൊസിഷനിൽ ടീച്ചിങ്. അപ്പോൾ നമുക്ക് നാട്ടിൽ BCom കഴിഞ്ഞ് നിങ്ങളൊരു B.Ed പഠിക്കുകയാണെങ്കിൽ വളരെ സേഫാണ്. 2 വർഷം B.Ed പഠിച്ചതിന് ശേഷം മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്ട്രോങ് ആണെങ്കിലാണ് ഈ പറഞ്ഞ ഓപ്ഷനും 7 ബാൻഡ് IELTSനും PTക്കും എടുക്കുകയാണെങ്കിൽ അതും ഒരു ശോഭനമായ കരിയറാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 കൊല്ലത്തെ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് BComന് ശേഷം സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതുവഴിയും നമുക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് ലെറ്ററിനോടൊപ്പം സാലറി സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്താലേ കിട്ടുള്ളൂ. ഇനി ഇവിടെ ഓൺഷോർ നിങ്ങൾ ITയിലോ അക്കൗണ്ടിങ്ങിലോ ഒക്കെ പഠിക്കാൻ വന്നവർക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് പോകാനും ഓപ്ഷനുണ്ട്. പ്രൊവൈഡഡ് ഇംഗ്ലീഷിന് 7 ബാൻഡ് എടുത്താൽ മതി. അപ്പം ഓൺഷോറും ഓഫ് ഷോറും തമ്മിലുള്ള വ്യത്യാസം, നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ
നമുക്ക് ഈ ക്രൈറ്റീരിയാസ് ഒക്കെ കുറച്ചുകൂടെ ടഫാണ്. ഓൺ ഷോർ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ്. എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റീസ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വിസ ഇല്ല. അപ്പോൾ വിസ ഓഫീസറിൻ്റെ കൈകളിലൂടെ പോകുമ്പോൾ അവർക്ക് സർട്ടൻ റൂൾസ് ഫോളോ ചെയ്ത് വിസ റിജക്ഷൻ വരുമോ എന്നുള്ള പേടി കൊണ്ട് യൂണിവേഴ്സിറ്റീസ് നോൺ റെലവൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അഡ്മിഷൻ അത്ര എളുപ്പം കൊടുക്കാറില്ല. എന്നാൽ ഓസ്ട്രേലിയയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു വിസയുണ്ട്. ആ വിസയാകുമ്പോൾ ആ വിസയിൽ നിന്ന് വന്നിട്ട് ഈ പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഓൾറെഡി വിസ ഉള്ളതുകൊണ്ട് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കൊടുക്കും. എന്നിട്ട് നിങ്ങൾ ആ കോഴ്സ് നന്നായി പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിസ കാലാവധി തീരുന്ന സമയത്ത് റിന്യൂ ചെയ്യാൻ വെക്കാൻ പറ്റും. അതെന്താ ഞാൻ പറഞ്ഞുതരാം. 2 കൊല്ലത്തേക്കായിരിക്കും നിങ്ങളുടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം. അപ്പോൾ ഈ 2 കൊല്ലം പഠിക്കാനായിട്ട് നിങ്ങൾക്ക് 2 കൊല്ലത്തെ വിസ കിട്ടും. ആ വിസയിൽ നിങ്ങൾ IT പഠിക്കാൻ വരുന്നു. ആദ്യത്തെ 6 മാസം കഴിഞ്ഞിട്ട് കോഴ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നെ 2 കൊല്ലം ഇനി നഴ്സിംഗ് പഠിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇനി 1.5 കൊല്ലമേ നിങ്ങളുടെ വിസ കാലയളവേ ഉള്ളൂ. പക്ഷേ ആ 1.5 കൊല്ലത്തിൽ നിങ്ങൾ നന്നായി പഠിക്കുകയും പാസ്സാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വിസ എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ആ എക്സ്റ്റൻഷൻ്റെ സമയത്ത് ക്ലിയർ ആവുകയും ചെയ്യും. നിങ്ങളൊരു ജെനുവിൻ സ്റ്റുഡൻ്റായിട്ട് സബ്ജക്ട്സ് പഠിച്ച് പാസ്സാവുന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു പ്രവണത ഇവിടെയുണ്ട്. അതാണ് ഈ 5, 6, 7 പോയിൻറ്റുകൾ ഞാൻ പറഞ്ഞു. ഓൺഷോർ സ്റ്റുഡൻസ് ജമ്പ് ചെയ്യാൻ, നാട്ടിൽ നിന്ന് ജമ്പ് ചെയ്യാൻ പ്രൊവൈഡഡ് നിങ്ങൾക്ക് വേണ്ട എക്സ്പീരിയൻസും ചിലപ്പോൾ പ്രീ റിക്വസ്റ്റ്സ് ആയിട്ട് ചില ഓൺലൈൻ കോഴ്സുകളൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട അസിസ്റ്റൻസും ഹോല വേൾഡിനെ പോലെയുള്ള ഒരു എക്സ്പേർട്ട് ഏജൻസിക്ക് തരാം. ഇനി ഹോല വേൾഡ് വഴി വന്നു കഴിഞ്ഞാലത്തെ അഡ്വാൻറ്റേജ് ഒന്നുകൂടെ ഒന്ന് പറയട്ടെ. നാട്ടിൽ നിന്നൊരു സാധാരണ ഏജൻസി, നിങ്ങൾ നാട്ടിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നൊരു ഏജൻസി വഴി ഇങ്ങനെ അപ്ലൈ ചെയ്താൽ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു ഓൺഷോർ ചേഞ്ചോ അസിസ്റ്റൻസോ ഒക്കെ വേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായും അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ട്. അവർക്ക് അതിനുള്ള അറിവില്ല. അവർ പലതും പറയും, ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഓതറൈസ് റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ഇവിടുത്തെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാവുക ഇവിടെയുള്ള ഏജൻസിക്കാണ്. അപ്പോൾ അത് തീർച്ചയായും മനസ്സിലാക്കി നിങ്ങൾ ഹോല വേൾഡ് പോലെയുള്ള ഏജൻസികളെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജേർണി കുറച്ചുകൂടെ ഈസി ആയിരിക്കും, PR ഫ്രണ്ട്ലി ആയിരിക്കും. അതുപോലെ നിങ്ങൾക്കൊരു പോയിന്റിൽ സ്റ്റക്കായാൽ, എന്നെ പല കുട്ടികളും കോൺടാക്റ്റ് ചെയ്യാറുണ്ട്, ഇമോഷണൽ സ്ട്രെസ് പഠിച്ചിട്ട് മുന്നോട്ട് പോകുന്നില്ല, ചിലപ്പോൾ AI ഡിറ്റക്റ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റി അസൈൻമെൻറ്റിന് പൊക്കി. അപ്പോൾ ഇതിനൊക്കെ ആൻസർ കൊടുക്കാൻ പലപ്പോഴും നാട്ടിലെ ഏജൻസികൾക്ക് സാധിക്കില്ല. പക്ഷേ നമുക്ക് സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഊരിപ്പോരാൻ പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് നല്ലൊരു ഏജൻസി, ഇവിടെ ഓപ്പറേഷൻ ഉള്ള ഒരു ഏജൻസിയെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ലാഭം ഉണ്ടാവും. മാത്രമല്ല തീരുമാനങ്ങൾ കറക്റ്റായിട്ട് അപ്പം എടുക്കാൻ പറ്റും. അപ്ഡേറ്റ്സ് കൃത്യമായി പറഞ്ഞു തരാനൊക്കും. നമുക്ക് തിരിച്ച് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ഇനി അടുത്ത പോയിൻ്റ്, 7ാമത്തെ പോയിൻ്റ്, സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്കും ഈ വളരെ PR ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഗ്രാമാണ്. BComകാർ സോഷ്യൽ വർക്കിലേക്ക് എത്തിപ്പെടാറുമുണ്ട്. കാരണം BComകാർ IT പഠിക്കാൻ പോയിട്ട് IT എനിക്ക് വഴങ്ങുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് 6 മാസത്തിന് ശേഷം കോഴ്സ് ചേഞ്ചിന് വരുന്ന ഒരു മേഖലയാണ് സോഷ്യൽ വർക്ക്. അതുകൊണ്ട് ഇതെന്ന് പറഞ്ഞാൽ, അപ്പം നാട്ടിൽ നിന്ന് നേരെ സോഷ്യൽ വർക്കിന് അപ്ലൈ ചെയ്താൽ കിട്ടുമോ? കിട്ടാൻ ഭയങ്കര പാടാണ്, ബുദ്ധിമുട്ടാണ്. അത് കൂടുതലും ഇവിടെ വന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് 7 ബാൻഡ് മീറ്റ് ചെയ്ത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 7ാം സ്ഥാനത്ത് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞു പോകണം. ഇനി നാട്ടിൽ നിന്ന് വളരെ പാഷനേറ്റായിട്ട് പഠിക്കുന്നവർ ഫിനാൻസ്, മാസ്റ്റർ ഓഫ് ഫിനാൻസ് പഠിക്കാനും ആൾക്കാർ വരാറുണ്ട്. ഫിനാൻസ് പഠിക്കുന്നത് കുറച്ചുകൂടെ ഒരു ഗ്രേഡ് കൂടിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫിനാൻഷ്യൽ കൺസെപ്റ്റ്സ് കൂടുതൽ അക്കൗണ്ടിങ്ങിനേക്കാളും ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിലേക്കോ അങ്ങനെയൊക്കെ മാറാനും, കൂടെ കുറച്ച് IT സ്കിൽസും കൂടെ ഉള്ള പേപ്പേഴ്സ് എടുത്താൽ വീണ്ടും ഫിൻടെക് ഇൻഡസ്ട്രിയിലേക്ക് ജോയിൻ ചെയ്യാനും ഹെൽപ്ഫുള്ളാണ്. മാസ്റ്റർ ഓഫ് ഫിനാൻസ് പ്ലസ് IT. അപ്പോൾ അങ്ങനത്തെ കോഴ്സ് വീണ്ടും ഞാൻ പറഞ്ഞ ആ ബിസിനസ് അനലിറ്റിക്സുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇതും ഒരു മേഖലയാണ്. മാസ്റ്റർ ഓഫ് ഫിനാൻസ് കുട്ടികൾ ചൂസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനുമാണ്. 9ാം സ്ഥാനം, എൻവയോൺമെൻറ്റൽ സയൻസ്, സസ്റ്റൈനബിലിറ്റി, റിന്യൂവബിൾ എനർജി. അപ്പോൾ ഇതിൻ്റെ എൻജിനീയറിങ്ങിലേക്ക് പോകാൻ പറ്റില്ല, പക്ഷേ ഇതിന് മാസ്റ്റർ ഓഫ് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ്, മാസ്റ്റർ ഓഫ് സസ്റ്റൈനബിലിറ്റി, എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി, മാസ്റ്റർ ഓഫ് റിന്യൂവബിൾ എനർജി, ഇങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ ഇൻ്റർ റിലേറ്റഡ് ആണ്. ഇതൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും BCom ഗ്രാജുവേറ്റ്സിന്. PRലേക്ക് ലീഡ് ചെയ്യുന്നതുമാണ്. IT-യേക്കാളും കുറേയും കൂടെ സേഫ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. നിങ്ങൾ IT-യിൽ പാഷനേറ്റ് അല്ലാത്ത BCom ഗ്രാജുവേറ്റ്സ് ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാംസ് ചൂസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതിനും നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവാണെങ്കിൽ 6 മാസത്തിന് ശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് സ്ട്രോങ് ആണെങ്കിൽ അങ്ങോട്ട് മാറാം. ഇല്ലാത്ത പക്ഷേ നിങ്ങൾ ഈ പ്രോഗ്രാംസ് എടുത്താലും നല്ലതാണ്. കോമ്പറ്റീറ്റീവ് ആണ്. ഇപ്പം അധികം പേർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അഡ്വാൻറ്റേജ് യൂസ് ചെയ്യാം. ജോബ് മാർക്കറ്റിൽ അധികം ഓപ്പർച്യൂണിറ്റീസ്
എന്താ പറയുക, കോമ്പറ്റീഷൻ അധികം ഇല്ലാത്ത എന്നാൽ പി ആറിലേക്കൊക്കെ ലീഡ് ചെയ്യാൻ നല്ല സാധ്യതയുള്ള കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് ഞാൻ 9ാമതേക്ക് ഇത് ഒളിപ്പിച്ച് വിട്ടേക്കുന്നത്. സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ വീഡിയോയിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവട്ടെ. ആർക്കെങ്കിലും അഡ്മിഷൻസ് വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 10ാം സ്ഥാനം, അല്ല 10ാം സ്ഥാനമല്ല, 1ാം സ്ഥാനം കൊടുക്കേണ്ട പ്രോഗ്രാം ഏറ്റവും അവസാനം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അഗ്രി ബിസിനസ്, മാസ്റ്റർ ഓഫ് അഗ്രി ബിസിനസ് പ്രോഗ്രാം. അപ്പോൾ അഗ്രികൾച്ചറിലേക്കുള്ള ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസാണ്. അതിൻ്റെ മാനേജ്മെൻറ്റ്, അഗ്രികൾച്ചർ ലാൻഡിൻ്റെ മാനേജ്മെൻറ്റൊക്കെ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ റിന്യൂവബിൾ എനർജിയുടെ ഒക്കെ അതേ സെയിം കപ്പാസിറ്റി, അത്രയും പി ആർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ 2 പ്രോഗ്രാംസ് കൺസിഡർ ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. എല്ലാവരും ബിസിനസ് അനലിറ്റിക്സ് തന്നെ പോയി പഠിക്കാതെ ഈ മിക്സഡ് പ്രോഗ്രാംസ് കൂടി കൺസിഡർ ചെയ്യുക. നിങ്ങളിതിൽ ഏറ്റവും പാഷനേറ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ വായിക്കുക. കൂടുതൽ ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാം ഏതാണോ അത് ഈ ഹോല വേൾഡിൻ്റെ ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ട്രാക്ഷൻ ഉള്ളതും എന്താണോ അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ ഫീസിൽ ഈ പ്രോഗ്രാംസ് അവൈലബിൾ ആണ് എന്നൊരു തുടർന്നൊരു വീഡിയോയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ട്രാക്ഷനാണ് നമുക്ക് വീണ്ടും പ്രചോദനം വീഡിയോ ചെയ്യാനായിട്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും. ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.